ആദ്യം എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഓരോന്നും ഓരോ സിപ്ലോക്ക് ബാഗിലാക്കി പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. 4-5 നൈറ്റീസ് ആണ്. ഇതിൻ്റെ അകത്ത് 2 നൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ഒരു 3 ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ 5 സെറ്റ് ഡ്രസ്സ് എനിക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്, തോർത്ത് എടുത്തിട്ടുണ്ട്. വേറൊരു കവറിലായിട്ട് സെപ്പറേറ്റ് ആണ് ഞാൻ അണ്ടർ ഗാർമെന്റ്സ് പാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മറ്റേണിറ്റി വെയർ ആണ്. വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഈ ബാഗിലാണ് പാക്ക് ചെയ്തത്. ഞാൻ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് എനിക്ക് വേണ്ട ഡ്രസ്സസ് ആണ് കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഡ്രസ്സ് വെക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഐസിയുവിൽ നമുക്കൊരു ഡ്രസ്സ് ചോദിക്കുമെന്ന്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളോടൊരു വൈറ്റ് മുണ്ടും അവർ ചോദിക്കും. ഏറ്റവും മുകളിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡ്രസ്സസ് ആയിട്ട് എനിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ വലിച്ചു വാരി കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, മറക്കാതെ കരുതേണ്ട ഒന്നാണ് സാനിറ്ററി പാഡ്. അതിൻ്റെ എക്സ്ട്രാ ലാർജ് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഒരു ലാർജ് സൈസും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 ചപ്പൽസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡ്രസ് ഐറ്റംസും ബാക്കി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്ര സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. വേണ്ടത് അതർ ഐറ്റംസ് ആട്ടോ. നമുക്ക് ടിഷ്യൂ ബോക്സ് ആണ്, നമുക്ക് കൈ തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാനൊരു പെട്ടി ടിഷ്യൂ എടുത്തിട്ടുണ്ട്, അതും ഈ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ ഹോസ്പിറ്റലിലാകുമ്പോൾ, എന്തെങ്കിലും പൊതിയാനോ നമുക്ക് ഈ ബാഗിൽ വെക്കാം. അതോടൊപ്പം തന്നെ 2 ക്യാരി ബാഗും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ്, വാഷ് ചെയ്യാനുള്ള ഡ്രസ്സസ് നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഞാൻ ഈ ബാഗിലാണ് വെക്കുന്നത്. ഇത് നമുക്ക് ഹോസ്പിറ്റലായിരിക്കും നമുക്കറിയാം, നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളുടെ ആവശ്യമാണ് വരിക. നൈഫ് എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. സിസേഴ്സ് എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണിയോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ യൂസ്. പിന്നെ ഞാനൊരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടിഷ്യൂ ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ടോയ്ലറ്ററി ഐറ്റംസ് ആണ് കേട്ടോ. അതിലും പേസ്റ്റും, ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്, ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്, ബാത്ത് സോപ്പ് എടുത്തിട്ടുണ്ട്, ഡോക്ടർ വാഷിന്റെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പ് കൂട്ടി എടുത്തിട്ടുണ്ട്, ചെറിയൊരു പാരച്യൂട്ടിന്റെ ഓയിൽ, ഒരു ഷാമ്പൂ കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബാഗിൽ വെച്ചു കൊടുക്കാം. അപ്പൊ ഇത്ര ഐറ്റംസ് ആണോ ഞാൻ ഈ ഒരു ബാഗില്, വലിയ ബാഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയാണ് ഈ വീഡിയോയിൽ ഏറ്റവും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ കരുതേണ്ടതെന്നുള്ളത്. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും, അമ്മമാർക്കൊക്കെ ഏറ്റവും ഡൗട്ട്, എന്താണ് മേടിക്കേണ്ടത്.